ഹലോ, നാൻസിയാണേ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നേ. പിന്നെ നമുക്ക് കുറച്ച് കൊച്ച് അയിലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് മുരിങ്ങയ്ക്ക ഇട്ട് കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിക്കാമെന്നേ. ആദ്യം ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള പൊടികളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഉലുവ എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് ഈ പൊടികളെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തായിരുന്നേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ അരപ്പിരുന്ന അതിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുത്തേ. മാങ്ങ വേണമെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങയ്ക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ വേവാനുള്ള സമയം വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. ഉപ്പിട്ട് കൊടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ ഞാനൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നേ. അതൊന്ന് കറിയെല്ലാം ഒന്ന് ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവിടെ കിടന്ന പാത്രമെല്ലാം ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റൂമിലോട്ട് പോയി. അവിടെ കുറച്ച് തുണിയെല്ലാം മടക്കാനുണ്ടായിരുന്നു. അലമാരിയെല്ലാം നല്ല അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ റൂമിലോട്ട് പോയി അതെല്ലാം വലിച്ച് അലമാരി ഞാൻ ഓൾറെഡി 2 സെറ്റ് ഡ്രസ്സ് തട്ട് ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വലിച്ച് കട്ടിലിലോട്ട് തന്നെ ഇട്ടിട്ട് അതെല്ലാം ഒന്നും കൂടെ ഒന്ന് അടുക്കി പറക്കി വെച്ച് വേണ്ട എൻ്റെ അസിസ്റ്റൻറ്റും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുവേ. ഇത് മോൻ്റെ ടവലാണേ, അത് ആദ്യമായിട്ട് മേടിച്ച ടവൽ, അതാണ് ഞാൻ ഒന്ന് കാണിച്ചത്. പിന്നെ ദാണ്ടെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ആദ്യമായിട്ട് മേടിച്ച ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ്, അതാണ് ഇതും കൂടെ കാണിച്ചത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.